നമ്മൾ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ? ദുഃഖത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തിൻ്റെ അടിസ്ഥാനം അമിതമായ ചിന്തകളാണ്. ദുഃഖത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ ജീവിതത്തിൽ അമിതമായിട്ട് ചിന്തിക്കുവാൻ പാടില്ലെന്നാണ്. അമിതമായി ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാകുലപ്പെടുവാൻ പാടില്ലെന്നാണ് കേട്ടോ. നമ്മൾ ഈ മെഴുകുതിരി കണ്ടിട്ടുണ്ടോ? മെഴുകുതിരി ഇരുട്ടത്ത് പ്രകാശിക്കുമ്പോൾ മെഴുകുതിരി ഇരുട്ടത്ത് പ്രകാശിക്കുമ്പോൾ നമുക്ക് ആ പ്രകാശം കാണുമ്പോൾ നല്ല സൗന്ദര്യം തോന്നും. നല്ല സൗന്ദര്യത്തോടെ മെഴുകുതിരി ഇങ്ങനെ കത്തുന്നു. പക്ഷേ മെഴുകുതിരിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് മെഴുകുതിരി നിന്ന് ഉരുകുകയാണ്. അതുപോലെയാണ് പല ജീവിതങ്ങളും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അവർ സുഖമായിട്ടിരിക്കുന്നു, ഇവർ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ മാത്രം കഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാകുന്നത്. ചിലപ്പോൾ ആ നിമിഷമായിരിക്കും നമ്മൾ നമ്മുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പോലും തിരിച്ചറിയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുവാൻ പാടില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ നന്മകൾ തുടരുക. നന്മകൾ തുടരുക. കർമ്മഫലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ലത് നന്മ പ്രവർത്തിച്ചാൽ നല്ലത് വരുമെന്നാണ് കേട്ടോ. നന്മ പ്രവർത്തിക്കുക, നന്മകൾ ജീവിതത്തിൽ തുടരുക. ഒരിക്കൽ പോലും തിന്മയുടെ മാർഗം നമ്മൾ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാൽ പോലും തിന്മയുടെ മാർഗം ജീവിതത്തിൽ അവലംബിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ തിന്മയുടെ മാർഗത്തിലൂടെ തിന്മയുടെ മാർഗം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നന്മകൾ തുടരുക കേട്ടോ. അതാണ് എപ്പോഴും മനസ്സിലാക്കുന്നത്. നന്മകൾ തുടരുക. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നു, ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നു എങ്കിലും നമുക്ക് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും നമ്മൾ അധികം ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ നന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, നന്മ തുടരുന്നവരാണെങ്കിൽ അല്പം താമസിച്ചാൽ പോലും വിജയത്തിൻ്റെ പടവുകൾ നമ്മളുടെ മുന്നിലേക്ക് എത്തുമെന്നാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നന്മ ഞാൻ പറഞ്ഞല്ലോ, നന്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ മറ്റൊരാളോടുള്ള ദ്രോഹചിന്ത ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? നന്മയുള്ള ഒരാളാണ് കേട്ടോ. അത് യാതൊരു സംശയമില്ല. മറ്റൊരാളോടുള്ള ദ്രോഹചിന്ത ഒരിക്കൽ പോലും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന ചെറിയ നന്മകൾ എന്ത് ചെയ്യുക? നമ്മൾ വലിയ നന്മകളൊന്നും ചെയ്യുന്നവരല്ല നമ്മൾ കേട്ടോ. ഉള്ള നമ്മളോട് തുറന്നു പറയുകയാണ്, വലിയ നന്മകളൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന ചെറിയ നന്മകൾ എന്ത് ചെയ്യുക? അതെന്ത് ദിനം പ്രതി തുടരുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പം നമ്മളാൽ കഴിയുന്ന ചെറിയ നന്മകൾ തുടരുക. അതുപോലെ തന്നെ ജീവിതത്തിൽ സത്യസന്ധത പ്രവർത്തിക്കുക, സത്യസന്ധത പുലർത്തുക കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ല ചിന്താഗതികൾ നമ്മൾ വളർത്തിയെടുക്കണം. നല്ല ചിന്താഗതികൾ നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ. വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നന്മ പ്രവർത്തിച്ചിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തളരുവാൻ പാടില്ല. നമ്മൾ കാത്തിരിക്കുക. നമ്മൾ നന്മ പ്രവർത്തിക്കുന്നവരാണ്. വിജയത്തിൻ്റെ പടവുകൾ നമ്മളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ എന്തില്ല? യാതൊരു സംശയവും വേണ്ട കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ.